ഉണ്ണി ബാലകൃഷ്ണൻ, ഇപ്പോൾ തന്നെ നമുക്ക് ദേശീയപാതകളിൽ ടോളുകളുണ്ട്. നമ്മൾ വിഴിഞ്ഞം മുതൽ വാളയാറ് വരെ സഞ്ചരിച്ചാൽ ഏകദേശം 320 രൂപയുടെ ടോളുകൾ കൊടുക്കേണ്ടി വരും ദേശീയപാതയിൽ. ഇനിയിപ്പോൾ പുതിയ ദേശീയപാത വരുന്നു. ആ ദേശീയപാത കാസർഗോഡ് തലപ്പാടി മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ വരുമ്പോഴേക്കും അവിടെയും ടോളുകൾ സ്വാഭാവികമായിട്ടും വരും. അപ്പോൾ പുതിയ ടോളുകളായി. ഇതിനോടൊപ്പം ഇനി വീണ്ടും കേരളത്തിൽ ടോൾ വരുമോ എന്നുള്ളതാണ് ചോദ്യം. കേരളത്തിൽ ടോൾ വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത്തരത്തിലൊരു സ്ഥിരീകരണം തന്നെയാണ് ഇന്ന് ധനമന്ത്രി നൽകിയിരിക്കുന്നത്. അങ്ങനെയുള്ള സൂചനയാണ് സർക്കാരിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നത്. അപ്പം ഇപ്പം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഒരു മന്ത്രിതല സമിതി യോഗം ചേർന്നിട്ടുണ്ട്. ഈ കാര്യത്തിലൊരു ചർച്ച നടത്തിയിട്ടുണ്ട്. എങ്ങനെ ഒരു ടോൾ ഏർപ്പെടുത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്? ഒന്നാമത് 50 കോടി രൂപയിലധികം ചെലവഴിച്ചിട്ടുള്ള റോഡുകളിൽ മാത്രമാണ് ടോൾ പിരിക്കാൻ സർക്കാർ ആലോചിക്കുന്നത് എന്നുള്ളതാണ് ഒരു നിർദ്ദേശമായി വന്നിരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ തദ്ദേശവാസികൾക്ക് ടോൾ കൊടുക്കേണ്ടതില്ല എന്നുകൂടി സർക്കാർ ഒരു തീരുമാനമെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇത് മാത്രമല്ല, ഇരുചക്ര വാഹനങ്ങൾക്കും മുച്ചക്ര വാഹനങ്ങൾക്കും ടോൾ കൊടുക്കേണ്ടി വരില്ല എന്നുകൂടിയാണ് ലഭ്യമായ വിവരങ്ങൾ. അതുമാത്രവുമല്ല, ഒരു 15 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് സഞ്ചരിച്ചാലേ ടോൾ കൊടുക്കേണ്ടി വരൂ. ഈ രീതിയിലാണ് ടോളിനെ സംവിധാനം ചെയ്യാൻ സർക്കാർ ആലോചിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതത്ര വലിയൊരു ഇടുത്തിയായി വരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ശരിയാണ്, അതൊരു ട്രിപ്പിൾ ടാക്സേഷൻ്റെ പ്രശ്നം അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി തന്നെ നമ്മൾ ഒരു വാഹനം വാങ്ങിച്ചാൽ അത് റോഡിലേക്ക് ഇറക്കുന്നതിന് നികുതി കൊടുക്കുന്നുണ്ട്, വാഹന നികുതി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇന്ധന സെസ്സും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 2 നികുതി ഓൾറെഡി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് പുറമെയാണ് ഈ ടോൾ വരുന്നത്. അതുകൊണ്ട് ഇതൊരു ട്രിപ്പിൾ ടാക്സേഷനാണ് എന്ന് പ്രതിപക്ഷം പറയുന്നു. പക്ഷേ പ്രശ്നം എന്താണ്? ഏത് സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു ടോൾ ഏർപ്പെടുത്താൻ ആലോചിക്കുന്നത് എന്ന പ്രശ്നം കൂടി നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് പിന്നീട് തോമസ് ഐസക് പ്രഖ്യാപിക്കുന്ന ബജറ്റിലാണ് ഈ കിഫ്ബി എന്ന് പറയുന്ന പദ്ധതി ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അന്ന് നിശ്ചയമായും തോമസ് ഐസക് പറഞ്ഞത് ഇതൊരു റവന്യൂ ജനറേറ്റഡ് പ്രോഗ്രാം അല്ല, പദ്ധതിയല്ല. എന്നാൽ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് അനിവാര്യമായ പണം നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. യാതൊരു തരത്തിലുള്ള ടോളോ യൂസർ ഫ്രീയോ ഒന്നും ഏർപ്പെടുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത്? സംഭവിച്ചത് നമ്മൾ ഈ പറയുന്ന എങ്ങനെയാണ് കിഫ്ബിയിലേക്കുള്ള ഫണ്ട് നമ്മൾ കണ്ടെത്താൻ തീരുമാനിച്ചത്? അത് ഓഫ് ബജറ്റ് ബോറോയിങ് എന്നാണ് പറഞ്ഞത്. ബജറ്റിന് പുറത്ത് നമ്മൾ കടമെടുക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് സർക്കാർ പോയതും. പക്ഷേ സംഭവിച്ചത് പിന്നീട് കേന്ദ്ര സർക്കാർ പറയുന്നു ഈ പറയുന്ന ബജറ്റിന് പുറത്തെടുക്കുന്ന കടം എന്നൊരു പരിപാടിയില്ല, ആ കടവും നിങ്ങളുടെ പൊതുകടത്തിൽ തന്നെയാണ് വരിക. 2018 നിർമ്മലാ സീതാരാമൻ എന്ന് പറയുന്ന കേന്ദ്ര ധനമന്ത്രി 24,000 കോടി രൂപയുടെ കടം ഈ നമ്മുടെ പൊതു കടമെടുപ്പ് പരിധിക്കുള്ളിലേക്ക് കൊണ്ടുവരികയാണ്. ഒറ്റയടിക്ക് കേരളത്തിൻ്റെ പൊതു കടമെടുപ്പ് പരിധി എന്ന് പറയുന്നത് വെട്ടിച്ചുരുക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇതിനെതിരായിട്ട് നമ്മളൊരു കേസുമായി സുപ്രീം കോടതിയിലേക്ക് പോയല്ലോ. ഇപ്പം രാജ്യത്താദ്യമായിട്ടാണ് ഈ പൊതു കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഉയർത്തിക്കൊണ്ടൊരു സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ പോകുന്നത്. ആദ്യമായിട്ട് കേരളം അങ്ങനെ പോയി. അന്ന് കേരളം പറഞ്ഞത് ഇതിനകത്തൊരു കോർപ്പസ് ഫണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ആ കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? സംസ്ഥാനത്ത് മോട്ടോർ വെഹിക്കിൾ നികുതിയുടെ പകുതി 50% പ്ലസ് ഇന്ധന സെസ്, ഇത് രണ്ടും കൂടി ചേർത്ത് കിഫ്ബിക്ക് ഒരു കോർപ്പസ് ഫണ്ട് ഉണ്ടെന്നും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വായ്പയാണ് ഈ പറയുന്ന കിഫ്ബി എടുക്കുന്നത്. 40 വർഷം 50 വർഷമൊക്കെ പരിധിയുള്ള വായ്പയാണ് എടുക്കുന്നത്. അത് ഞങ്ങൾക്ക് കൊടുത്തു തീർക്കാൻ കഴിയും എന്നുമാണ് കേരളം പറഞ്ഞത്. എന്നാൽ അക്കാര്യത്തിൽ ഒരു ചെവിക്കൊള്ളലിന് കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. എന്ന് മാത്രവുമല്ല, സംസ്ഥാന സർക്കാർ വലിയ കടക്കണിയിലേക്കാണ് സംസ്ഥാനത്തെ കൊണ്ടുപോകുന്നത്. ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് കേന്ദ്രം പറഞ്ഞത്. എന്ന് മാത്രവുമല്ല, അപ്പോൾ കേരളം പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ കേന്ദ്ര സർക്കാർ NHAI എന്നൊരു സംവിധാനം നടപ്പാക്കുന്നുണ്ടല്ലോ, അല്ലേ? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. അവർ കടമെടുക്കുന്നുണ്ടല്ലോ. ആ കടമെടുക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പരിധിയിൽ വരുന്നില്ലല്ലോ, കടമെടുപ്പ് പരിധിയിൽ വരുന്നില്ലല്ലോ. അതുപോലെ നിങ്ങൾ കിഫ്ബിയെ കണ്ടാൽ മതി എന്നാണ് കേന്ദ്രത്തിനെതിരായിട്ട് കേരളം വാദിച്ചത്. അപ്പോൾ കേരളത്തിനെതിരായിട്ട് കേന്ദ്രം പറഞ്ഞ കാര്യം എന്താ അറിയോ? അങ്ങനല്ല. NHAI എന്ന് പറയുന്നത് വരുമാനം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്, പദ്ധതിയാണ്. അവർക്ക് ടോൾ വരുമാനമുണ്ട്. അവർ നടപ്പാക്കുന്ന പദ്ധതികളിൽ നിന്ന് അവർ വരുമാനം ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ കേന്ദ്രത്തിൻ്റെ കടമെടുപ്പ് പരിധിയിലേക്ക് അതിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം അത് സെൽഫ് സഫിഷ്യൻ്റ് ആണ്. അവർക്ക് അവരുടെ കടം തീർക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന അതാണ്. കേന്ദ്ര സർക്കാർ എന്താണോ പറഞ്ഞത്, കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ മാതൃക എന്താണോ ആ മാതൃകയാണ് നമ്മൾ നടപ്പാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ടോൾ പിരിച്ചേ പറ്റൂ. എന്തുകൊണ്ടാണ് ഈ ടോൾ പിരിക്കണമെന്ന് പറയുന്നത്? ഞാൻ അപ്പോഴും പറയുന്നു, ടോള് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ഇടുത്തി പോലൊരു ടോൾ വന്ന് വീഴാൻ പോകുന്നില്ല. അതിൽ ഈ പറയുന്ന പലതരത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ട്. അത് ഇരുചക്ര വാഹനങ്ങൾക്ക് ബാധകമാകില്ല, മുച്ചക്ര വാഹനങ്ങൾക്ക് ബാധകമാകില്ല, തദ്ദേശീയവാസികൾക്ക് ബാധകമാകില്ല, 15 കിലോമീറ്റർ വരെയുള്ള യാത്രക്കാർക്ക് ബാധകമാകില്ല. ഈ രീതിയിലൊക്കെയാണ് സർക്കാർ ആലോചിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ബജറ്റ് സെഷനിൽ അതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം വരും. എന്തായാലും കേന്ദ്ര സർക്കാർ
NHAയുമായി ബന്ധപ്പെട്ട് ടോൾ പിരിച്ച് വരുമാനമുണ്ടാക്കുന്ന അതേ ഒരു മാതൃക നമ്മളിവിടെ ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് അത് ചെയ്യുന്നു? നമ്മുടെ സംസ്ഥാന സർക്കാരും സംസ്ഥാനവും സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിൽപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ കിഫ്ബി പദ്ധതി വിഭാവന ചെയ്തതിന് ശേഷം നമുക്കുണ്ടായിട്ടുള്ള രണ്ടാമത്തെ അടിതെറ്റൽ എന്താണെന്നറിയാമോ? GST വിഹിതം കുറഞ്ഞു എന്നുള്ളതാണ്. 1.925 കേന്ദ്രത്തിൻ്റെ വിഹിതവും കുറഞ്ഞു. അപ്പോൾ രണ്ട് തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, നമുക്ക് ഓഫ് ബജറ്റ് ബോറോയിങ് നടപ്പാക്കാൻ കഴിയുന്നില്ല. ഇനി നടപ്പാക്കിയ ഓഫ് ബജറ്റ് ബോറോയിങ് തന്നെ കേന്ദ്ര കടമെടുപ്പ് പരിധിയുടെ ഉള്ളിൽപ്പെടുത്തി. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന പൈസ കുറഞ്ഞു. പ്ലസ് നമ്മുടെ സംസ്ഥാനത്തിൽ ലഭിച്ചുകൊണ്ടിരുന്ന GST വിഹിതത്തിൽ വലിയൊരു കട്ടിങ്ങും ഉണ്ടായി. ഈ രണ്ട് സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നാച്ചുറലി ഈ പറയുന്ന ടോളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പറയുന്ന വരുമാനം ഉണ്ടാക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ പറയുക, ഈ ടോളുമായി ബന്ധപ്പെട്ട് കിഫ്ബിയെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പ്രതിപക്ഷം പോകുന്നത്. അത് ശരിയായ ഒരു രീതിയല്ല. അവിടെയാണ് പ്രതിപക്ഷത്തോട് ബാലഗോപാൽ പറയുന്നത്, നിങ്ങൾ കേന്ദ്രത്തിൽ BJP പറയുന്ന വാദമുഖങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. സംസ്ഥാനം വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് പോകുമ്പോൾ പ്രതിപക്ഷത്തിനോട് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ വാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസ്ഥാനത്തെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് വീണ്ടും തള്ളിവിടരുത് എന്ന് പറയുമ്പോൾ കിഫ്ബിയുടെ ഒരു കോൺട്രിബ്യൂഷൻ കേരളത്തിൽ പ്രതിപക്ഷം കാണാതെ പോകരുത്. കാരണം എന്താ വെച്ചാൽ ഒരു കണക്കുണ്ടല്ലോ, അത് സഭയിൽ തന്നെ പറഞ്ഞിട്ടുള്ള കണക്കാണ്. 87,500 കോടി രൂപയുടെ മൂലധന നിക്ഷേപമാണ് കിഫ്ബി നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ 8 വർഷമായിട്ട്. ഏതാണ്ട് ഒരു 10,000 കോടി ആവറേജ് നമുക്ക് എടുക്കാൻ പറ്റും. 87,500 കോടിയുടെ നിക്ഷേപത്തിൻ്റെ ആനുകൂല്യങ്ങൾ അനുഭവിച്ചത് ആരാണെന്നറിയാമോ? രാജ്യത്തെ ഈ സംസ്ഥാനത്ത് 140 MLA-മാരുമാണ്. നമ്മളത് മനസ്സിലാക്കണം. 140 MLA-മാരുടെയും മണ്ഡലങ്ങളിലേക്ക് കിഫ്ബിയുടെ പദ്ധതികൾ പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 2017 ഈ പറയുന്ന കിഫ്ബിയുടെ പ്രഖ്യാപനം ധനമന്ത്രി തോമസ് ഐസക് നടത്തുമ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല പറഞ്ഞ കാര്യം എന്നറിയാമോ? മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സഭയിൽ പറഞ്ഞതാണ് കേട്ടോ. ഈ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലം എന്ന് പറയുന്ന ഹരിപ്പാടാണ്. ഞാൻ വരുന്ന നാടാണ്, ആലപ്പുഴക്കാരനാണ് ഞാൻ. ആലപ്പുഴയിലെ ഹരിപ്പാട് മണ്ഡലത്തിൽ നിന്നാണ് രമേശ് ചെന്നിത്തല വരുന്നത്. ഈ കിഫ്ബിയുടെ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട്, കിഫ്ബിയുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ ഉണ്ടായിട്ടൊരു കാര്യം എന്താ അറിയോ? വലിയഴിക്കൽ പാലമാണ്. വലിയഴിക്കൽ പാലം എന്ന് പറഞ്ഞാൽ ആറാട്ടുപുഴയിൽ നിന്ന് കരുനാഗപ്പള്ളി വരെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ്. എത്ര ഇൻവെസ്റ്റ്മെന്റ് എന്നറിയാമോ? 124 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. ആലപ്പുഴ കൊല്ലം കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വലിയഴിക്കൽ പാലത്തിൻ്റെ കൂടെയാണ്. അപ്പം അതൊരു ചെറിയ കാര്യമാണോ? PK ബഷീർ, മുസ്ലിം ലീഗിൻ്റെ MLA, നിയമസഭയിൽ പറഞ്ഞ എന്താണെന്നറിയാമോ? എൻ്റെ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ വന്നിട്ടുള്ളത് എന്നാണ്. ഇവിടെ ഈ പറയുന്ന കിഫ്ബി എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ റോഡ് മാത്രമാണ് നമ്മൾ കാണുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. ആശുപത്രികൾ, സ്കൂളുകൾ ചെറിയ നിക്ഷേപമല്ല. നമ്മളിരിക്കുന്ന ഈ കൊച്ചിയിലെ ക്യാൻസർ സെൻറ്റർ കിഫ്ബി പദ്ധതിയാണ്. ഈ ബജറ്റിലാന്നേ 36 ജീവൻ രക്ഷാ മരുന്നുകൾക്ക്, ക്യാൻസർ മരുന്നുകൾക്ക് നിർമ്മലാ സീതാരാമൻ ഇളവ് പ്രഖ്യാപിച്ചത്. ഇത് കേരളം വളരെ മുമ്പേ നടപ്പാക്കിയിട്ടുണ്ട്. കേരളം വളരെ മുമ്പേ നടപ്പാക്കുന്നു എന്നുള്ളതാണല്ലോ പ്രശ്നം. നമ്മൾ പിന്നോക്കമായിരിക്കണം എന്നാണ് ജോർജ് കുര്യൻ പറഞ്ഞത്. എന്നാലും നമുക്ക് കൂടുതൽ വകയിരുത്തൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പോട്ടെ, അത് വേറൊരു വിഷയമാണ്. മാത്രമല്ല ഈ പറയുന്ന NHAI ഇപ്പോൾ നമ്മൾ വളരെ ഗംഭീരമായിട്ട് പറയുന്നുണ്ടല്ലോ, ദേശീയപാതാ വികസനം നടക്കുന്നു എന്ന്. കേരളത്തിൽ ദേശീയപാതാ വികസനം നടക്കുന്നതിൻ്റെ അടിസ്ഥാന സൗകര്യം എന്തായിരുന്നു? ഭൂമി ഏറ്റെടുക്കലായിരുന്നു, അല്ലേ? ഭൂമി ഏറ്റെടുക്കലിന് 20,000 കോടി രൂപയാണ് പ്രാദേശികമായിട്ടുള്ള റോഡ് വികസനത്തിനടക്കം. ഭൂമി ഏറ്റെടുക്കലിന് 20,000 കോടിയാണ് കിഫ്ബിയിൽ നിന്ന് ചെലവഴിച്ചത്. അതിൽ 6,300 കോടി രൂപ എന്ന് പറയുന്നത് ഈ ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുത്തതാണ്. രാജ്യത്തൊരേ ഒരു സംസ്ഥാനമാണ് ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കലിന് പൈസ കൊടുത്തിട്ടുള്ളത്. അത് കേരളം മാത്രമാണ്. മറ്റൊരു സംസ്ഥാനത്തിനും പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല NHAയ്ക്ക്. അതിന് കാര്യം എന്താ പറയുക? കേന്ദ്ര സർക്കാർ പറഞ്ഞത് കേരളത്തിൽ ഭൂമിക്ക് വലിയ വിലയാണ് എന്നാണ്. ശരിയാണെന്നേ, കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ്. അവിടെ ഞാൻ നോക്കുമ്പം സ്ക്വയർ കിലോമീറ്ററിൽ നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണെന്നറിയാമോ? 860. പോപ്പുലേഷൻ ഡെൻസിറ്റി പെർ സ്ക്വയർ കിലോമീറ്റർ 860 അത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ 555. ഇനി അപ്പുറത്ത് കർണാടകയിലേക്ക് പോയാൽ 318. ആന്ധ്രാപ്രദേശിലേക്ക് പോയാൽ 309. ദേശീയ ശരാശരി എത്രയാണെന്നറിയാമോ? 380. രാജ്യത്തെ ദേശീയ ശരാശരി എന്ന് പറയുന്നത് പെർ സ്ക്വയർ കിലോമീറ്ററിൽ 380. കേരളത്തിൽ തന്നെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലം, അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉള്ള സ്ഥലം തിരുവനന്തപുരമാണ്. അവിടെ സ്ക്വയർ കിലോമീറ്ററിൽ എത്രയാണ് ആളുകൾ താമസിക്കുന്നത് അറിയാമോ? 1509. 1509. അപ്പോൾ സ്വാഭാവികമാണ് കേരളത്തിൽ ഈ പറയുന്ന സ്ഥലത്തിൻ്റെ വില കൂടും. ആ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തത് ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി 6,300 കോടി രൂപ ചെലവഴിച്ചത് ഈ പറയുന്ന കിഫ്ബിയിൽ നിന്നുള്ള ഫണ്ട് കൊണ്ടാണ്. അപ്പോൾ ഈ പറയുന്ന ആശുപത്രികൾ നമ്മൾ നിർമ്മിച്ചു, അല്ലേ? അതിൽ നിന്ന് യൂസർ ഫീ പിരിക്കാൻ പറ്റുമോ? അതിൽ നിന്ന് ടോൾ ഈടാക്കാൻ പറ്റുമോ? സ്കൂളുകൾ നമ്മൾ ഉണ്ടാക്കി, അതിൽ നിന്ന് ടോൾ പിരിക്കാൻ പറ്റുമോ? അതിൽ നിന്ന് യൂസർ ഫീ പിരിക്കാൻ പറ്റുമോ? നടക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയൊരു കനത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ട് അത് കിഫ്ബി ഭാവന ചെയ്യപ്പെടുന്ന സമയത്ത് ആ സംഭവം ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് നമുക്ക് കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ടൊരു ഒരു പ്രശ്നമില്ല. നമുക്ക് കോടതിയിൽ പോകേണ്ടി വന്നിട്ടില്ല. നമുക്ക് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ഡൽഹി പോയി പ്രകടനം നടത്തേണ്ടി വന്നിട്ടില്ല. നമുക്ക് കുത്തിയിരിപ്പ് സമരം നടത്തേണ്ടി വന്നിട്ടില്ല. ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ GSTയുമായി ബന്ധപ്പെട്ടും ഇളവുകളുടെ പ്രശ്നം, വെട്ടിക്കുറയ്ക്കലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അന്ന് ഭാവന ചെയ്യപ്പെടുമ്പോൾ ഈ പ്രശ്നം ഇല്ല. പക്ഷേ ഇന്ന് കഴിഞ്ഞ ദിവസം തോമസ് ഐസക്
ഒക്കെ പറയുന്നുണ്ട്. ശരിയാണ്, ഞാൻ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് യൂസർ ഫീയും പിന്നെ ഏർപ്പെടുത്തില്ല, ടോളും ഏർപ്പെടുത്തില്ല. പക്ഷേ അന്ന് ഈ പ്രതിസന്ധികളില്ല. ഇപ്പം മാറിയ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ തന്നെയാണ് നമ്മളോട് ഈ മാതൃക പറഞ്ഞത്. ഗംഭീരാന്നേ, ഞങ്ങൾ NHAI വഴി കൃത്യമായി ടോൾ പിരിക്കുന്നുണ്ട്. ഇനി വേറെ കാര്യം കൂടി പറയാം. ഈ ദേശീയപാത വികസിച്ച് കഴിഞ്ഞാൽ, ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോളുണ്ട്. ഈ ടോൾ ആർക്കാ പോകുന്നതെന്നറിയാമോ? സംസ്ഥാന സർക്കാരിനല്ല, NHAIക്കാണ് പോവുക. അതിൻ്റെ ടോള് 75,000 കോടി രൂപ മുടക്കിയിട്ടാണ് നമ്മൾ ഈ ദേശീയപാത വികസനം നടപ്പാക്കാൻ പോകുന്നത്. പ്രതിമാസം ഒരു 75 ലക്ഷം രൂപ ടോള് പോകും കേരളത്തിൽ നിന്ന്. അങ്ങനെയാണ് അത് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വന്നു നിൽക്കുന്ന ഒരു പ്രതിസന്ധി നമുക്ക് കിഫ്ബിയിൽ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല. കിഫ്ബി എന്ന് പറയുന്ന പരിപാടിയിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 87,500 കോടിയുടെ മൂലധന നിക്ഷേപം സംഭവിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വികസനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 221 റോഡുകൾ വന്നിട്ടുണ്ട് കേട്ടോ, പുതിയ 221 റോഡുകൾ വന്നിട്ടുണ്ട്. 15 ഫ്ലൈ ഓവറുകൾ വന്നിട്ടുണ്ട്. 91 മേൽപ്പാലങ്ങൾ വന്നിട്ടുണ്ട്. ഈ രീതിയിലുള്ള വികസനം സംഭവിച്ചിട്ടുണ്ട്. ആ വികസനത്തിൻ്റെ മുഴുവൻ ഗുണഭോക്താക്കൾ ഈ പറഞ്ഞ് ഇന്ന് പ്രതിഷേധിച്ചിട്ടുള്ള പ്രതിപക്ഷ MLA അടക്കമുണ്ട്. ഞാൻ പറയുന്നത് MLA-മാർക്ക് ചിലവാക്കാൻ കൊടുത്തു, അല്ലെങ്കിൽ MLA-മാർക്ക് കൊടുക്കുന്നത് മണ്ഡലത്തിലേക്കാണ് കിട്ടുന്നത്. മണ്ഡലത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഗുണഭോക്താക്കൾ നമ്മൾ ജനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാമ്പത്തിക സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു റവന്യൂ ജനറേറ്റിംഗ് മോഡലായിട്ട് വന്നേ പറ്റൂ. അപ്പോഴും ഈ ടോൾ എന്ന് പറയുന്നത് ഒരു വലിയ ഇടുത്തിയായിട്ട് വന്നു വീഴാനും പോകുന്നില്ല. ഇതിപ്പോൾ VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട് സഭയ്ക്കകത്ത്, നിങ്ങളുടെ ആരുടെയും തറവാട്ടിൽ നിന്ന് വിറ്റുകൊണ്ടുവന്ന സ്വത്തെടുത്തിട്ടല്ല കിഫ്ബിയുടെ പണം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ശരിയാണ്. ആരുടെയും തറവാട്ട് സ്വത്തല്ല. അതിനൊരു കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കോർപ്പസ് ഫണ്ട് കൊണ്ട് മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് വരുമ്പോൾ ഒരു റവന്യൂ ജനറേറ്റിംഗ് മോഡലിലേക്ക് അതിനെ മാറ്റി തീർക്കേണ്ടതുണ്ട്. ആ മാറ്റി തീർക്കേണ്ട സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഒരു കാര്യം മാത്രമാണെന്നേ, ഈ പറയുന്ന റോഡിൻ്റെ ടോള് മാത്രമാണ് ഈ സംഭവിക്കാൻ പോകുന്നത്. മറ്റൊരു സ്ഥാപനത്തിൽ നിന്നും ഈ പറയുന്ന കിഫ്ബി വഴി ഉണ്ടാക്കിയിട്ടുള്ള സ്കൂളുകളിൽ നിന്നോ ആശുപത്രികളിൽ നിന്നോ ഒന്നും തന്നെയും ഒരു തരത്തിലുള്ള ഫീയും പിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതൊരു അടിയന്തര സാഹചര്യമാണ്. ആ അടിയന്തര സാഹചര്യത്തിന് കേന്ദ്ര സർക്കാർ ഒരു വഴി വെച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ ഒരു സാമ്പത്തികമായ ഞെരുക്കത്തെ മറികടക്കാൻ വേണ്ടി കിഫ്ബി നിലനിർത്തണമെങ്കിൽ ഇത്തരത്തിൽ ചില അനിവാര്യമായ നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. ഞാൻ വിചാരിക്കുന്നില്ല ഇതൊരു അതിഭീകരമായ സാമ്പത്തിക ബാധ്യതയായി സാധാരണക്കാരൻ്റെ തലയിലേക്ക് വീഴും എന്ന്. അതുകൊണ്ട് ഇത്തരത്തിൽ കിഫ്ബിയുടെ ഈ പറയുന്ന മുന്നോട്ടുള്ള പോക്കിന് ഒരു അനിവാര്യതയാണ് ടോള് എങ്കിൽ ആ ടോളിനെ സ്വാഗതം ചെയ്യണം. കാരണം കിഫ്ബിയുടെ ഗുണഭോക്താക്കളാണ് കേരളത്തിലെ ഓരോ മനുഷ്യരും എന്നാണ് എൻ്റെ വിലയിരുത്തൽ. Meet the editors.